പ്രിയമുള്ള വിദ്യാർത്ഥികളെ, 8ാം ക്ലാസ് മാത്തമാറ്റിക്സിന്റെ ഫസ്റ്റ് ടൈം ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. 21 സ്ക്വയർ ഈസ് ഇക്വൽ ടു 20 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 20 ഇൻറ്റു 1. അടുത്തത് എന്തായിരിക്കും വരുന്നത്? എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമാറ്റ് ആണ് അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് വൈ സ്ക്വയർ ഈ ഫോർമാറ്റിലാണ് വരുന്നത്. ഇത് മുമ്പ് കേട്ടിട്ടുള്ളവർക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ മോഡൽ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ശ്രദ്ധിച്ച് കേട്ടവർക്ക് ഈ ക്വസ്റ്റ്യന്റെ ആൻസർ പെട്ടെന്ന് ഉത്തരം ചെയ്യാൻ പറ്റും. ഇതിന്റെ ലാസ്റ്റ് വരുന്നത് ഏതാണ്? 1 സ്ക്വയർ ആണ്. ഉത്തരം 1 സ്ക്വയർ എ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ എ ബി സി ഇസ് എ റൈറ്റ് ട്രയാങ്കിൾ എ ബി ഇസ് ഇക്വൽ ടു ബി സി 4 സെന്റിമീറ്റർ. വാട്ട് ഈസ് ആംഗിൾ സി? ആംഗിൾ സി 45 ഡിഗ്രിയാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. സ്റ്റേറ്റ്മെന്റ് 1, ഇൻ എനി ഇക്വലാറ്റർ ട്രയാങ്കിൾ ഈച്ച് ആംഗിൾ ഈസ് 60 ഡിഗ്രി. ഇഫ് ടു സൈഡ് ഓഫ് ട്രയാങ്കിൾ ആർ ഈക്വൽ ദെൻ ദെയർ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഇതില് ബോത്ത് ദ സ്റ്റേറ്റ്മെന്റും ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 2 ഇസ് ദ റീസൺ ഓഫ് സ്റ്റേറ്റ്മെന്റ് 1. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. നാലാമത്തെ ക്വസ്റ്റ്യൻ, റീഡ് ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. എ നമ്പർ ഡിവൈഡഡ് ബൈ 3 leaves remainder 0. Then the number is a multiple of 3. Any natural number leaves remainder 0 on division by 3. Any perfect square leaves remainder 0 on 1 on division by 3. Any odd number leaves remainder 0 or 1 on division by 3. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം? ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ഉത്തരം. സെക്ഷൻ ബിയിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ്, എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy. നമ്മുടെ ഐഡന്റിറ്റീസ് ആണ് അല്ലേ. ഫസ്റ്റ്, യൂസിങ് ദിസ് ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് 103. 103നെ നമ്മൾ ഇതുപോലെ 103ന്റെ സ്ക്വയർ കാണാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ തിരിക്കണം? 100 പ്ലസ് 3 ഹോൾ സ്ക്വയർ ഈ ഫോർമാറ്റിലേക്ക് നിങ്ങൾ ഇതിനെ കൊണ്ടുവരിക. ഇതിനെ കൊണ്ടുവരുന്ന സമയത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. എങ്ങനെയാണ് 103നെ 100 പ്ലസ് 3 സ്ക്വയർ എന്നാണ് ചെയ്യുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy 2 ഇൻറ്റു 100 ഇൻറ്റു 3. അപ്പൊ നമുക്ക് അവസാനം ഉത്തരം കിട്ടുന്നത് 16,609 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഈ രീതിയിലാണ് ചെയ്യേണ്ടത്. അഞ്ചാമത്തെ ഉത്തരം ഇതാണ്. 16,609. ഇനി 6th ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ക്വാഡ്രിലാറ്ററൽ എ ബി സി ഡി, എ ബി ഇസ് ഇക്വൽ ടു എ ഡി ഇസ് ഇക്വൽ ടു 4 സെന്റിമീറ്റർ, ബി സി ഇസ് ഇക്വൽ ടു ഡി സി ഇസ് ഇക്വൽ ടു 5 സെന്റിമീറ്റർ. ആംഗിൾ ബി എസ് സി 50 ഡിഗ്രിയാണ്. ആംഗിൾ എ സി ഡി 30 ഡിഗ്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഇസ് ആംഗിൾ ഡി എ സി? ആംഗിൾ ഡി എ സി എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആംഗിൾ ഡി എ സി 50 ഡിഗ്രി ആയിരിക്കും. എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. അതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് നോക്കാം. In triangle ABC and ADC, AB is equal to AD 4 centimeter ആണ്. BC DC is equal to 5 centimeter ആണ്. And AC is common ആണ്. AC അവിടെ കോമൺ ആണ്. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ എ ബി സി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ആംഗിൾ എ ഡി സിക്ക് എന്തായിരിക്കും? അപ്പൊ ആംഗിൾ ഡി എ സി ഇസ് ഇക്വൽ ടു ആംഗിൾ ബി എസ് സി എന്ത് തന്നെയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. വാട്ട് ഈസ് ആംഗിൾ എ ബി സി? എ ബി സിയുടെ എന്താണ്? എ ബി സിയുടെ 100 ഡിഗ്രി ആയിരിക്കും. എ ബി സി 100 ഡിഗ്രി ആയിരിക്കും. അതും ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആംഗിൾസ് എ ബി സി 150 നിന്ന് 50 പ്ലസ് 30 കൂട്ടി കഴിയുമ്പോൾ എത്രയാണ്? 80 കിട്ടും. 150 നിന്ന് 80 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 100 കിട്ടും. അപ്പൊ അതിന്റെ ഉത്തരം എത്രയാണ്? 100 ഡിഗ്രി എന്നാണ്. ഏഴാമത്തെ, മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സ്ക്വയർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് ഇസ് ഗിവൺ ബിലോ. 400 കിട്ടണമെങ്കിൽ 20 ഇൻറ്റു 20 ചെയ്യണം. പിന്നെ 6 ഇൻറ്റു 6 ആണ് 36. അപ്പൊ 20 ഇൻറ്റു 20 കിട്ടുമ്പോഴാണ് 400 കിട്ടുന്നത്. 20 ഇൻറ്റു 60 6 120 അല്ലേ. അപ്പൊ ഇങ്ങനെയാണ്. എ എന്ന് പറയുന്നത് 20 ആണ്. ബി എന്ന് പറയുന്നത് 120 ആണ്. ഇതാണ് ഉത്തരം. ഇനി 8ാമത്തെ ക്വസ്റ്റ്യൻ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മുമ്പ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. 8ാമത്തെ ചോദ്യം, റൈറ്റ് 102 ഇൻറ്റു 98 അല്ലേ. 102 ഇൻറ്റു 98 ആസ് ദ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 നമ്പേഴ്സ് എന്നാണ് പറയുന്നത്. അതിന്റെ ഡിഫറൻസ് സ്ക്വയേഴ്സ് എഴുതാനാണ് പറയുന്നത്. ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് 2 നമ്പേഴ്സ്. അങ്ങനെയാണെങ്കിൽ 102നെ 100 പ്ലസ് 2 എന്ന് എഴുതാം. 98നെ 100 മൈനസ് 2 എന്ന് എഴുതാം. അപ്പൊ 100 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ. ഇത് ഇങ്ങനത്തെ ഒരു സാധനം നമ്മൾ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്നും പറഞ്ഞ് മുന്നത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനെ 100 പ്ലസ് 2ഉം മറ്റേതിനെ 100 മൈനസ് 2ഉം. അപ്പം 100 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ഈ ഫോർമാറ്റിലേക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണ് എഴുതേണ്ടത്.
ഇനി സെക്ഷൻ സിയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യാം. 9ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ 0 O is the midpoint of AD and BC. Prove that AB is equal to CD. പ്രൂവ് ചെയ്യാനാണ് നിങ്ങളോട് പറയുന്നത്. AB is equal to CD എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 9ാമത്തെ. ഇൻ AOB and DOC, AO is equal to OD. O is the midpoint of AD ആണ്. BO is equal to OC ആണ്. കാരണം എന്താണ്? O is the midpoint of BC യും ആണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ AOB and DOC എന്നുള്ളത് വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ട്രയാങ്കിൾ AOB എന്തായിരിക്കും? ട്രയാങ്കിൾ DOC is equal to ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് ആംഗിൾ AB is equal to CD എന്തായിരിക്കും? കറസ്പോണ്ടിങ് സൈഡ് ആയിരിക്കും. കറസ്പോണ്ടിങ് സൈഡ് ആയിരിക്കും. AB is equal to CD കറസ്പോണ്ടിങ് സൈഡ് ആയിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് അതിനെ പ്രൂവ് ചെയ്യാം. AB is equal to CD. ഇങ്ങനെയാണ് നിങ്ങൾ അതിനെ പ്രൂവ് ചെയ്യേണ്ടത്. അതിലെ ബി ക്വസ്റ്റ്യൻ നോക്കാം. Prove that opposite angles of any parallelogram are equal. പാരലോഗ്രത്തിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതിന് നമുക്ക് ഇതന്നെ ഉപയോഗിക്കും. ലെറ്റ് ABCD be a parallelogram. ABCD ഒരു പാരലോഗ്രാം ആയിട്ട് എടുത്താൽ AB parallel to CD and AD parallel to BC. അങ്ങനെയാണെങ്കിൽ ആംഗിൾ A പ്ലസ് ആംഗിൾ B എത്രയായിരിക്കും? 180 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ B പ്ലസ് ആംഗിൾ C യും 180 ആയിരിക്കും. സോ ആംഗിൾ A is equal to ആംഗിൾ C ആയിരിക്കും. ആംഗിൾ A is equal to ആംഗിൾ C ആയാൽ ആംഗിൾ B is equal to D. എന്താ ആംഗിൾ ഡി എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഓക്കെ. നെക്സ്റ്റ്, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് സ്ക്വയർ ഓഫ് സൈഡ് 5.3 സെന്റിമീറ്റർ. ഏരിയ കാണാനാണ് പറഞ്ഞേക്കുന്നത്. സ്ക്വയറിന്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ സൈഡ് സ്ക്വയർ ആണ്. സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ? അപ്പൊ 5.3 ഇൻറ്റു 5.3 28.0.9 സെന്റിമീറ്റർ സ്ക്വയറിന് ഉത്തരം കിട്ടും. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ. 60 സ്ക്വയർ ഇസിക്കൽ ടു 3600 തന്നിട്ടുണ്ട്. ഇത്തരം ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്താണ്. അപ്പൊ 61 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 60 പ്ലസ് 1 സ്ക്വയർ ആണ് 61 സ്ക്വയർ എന്ന് പറയുന്നത് അല്ലേ? അപ്പോ അതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോ 60 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, 60 പ്ലസ് 1 സ്ക്വയർ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ 60ന്റെ സ്ക്വയർ 3600 പ്ലസ് എന്താണ് 2xy. അപ്പൊ 2 ഇൻറ്റു 60 ഇൻറ്റു 1. അപ്പൊ നമുക്ക് 120 കിട്ടും. പ്ലസ് നമുക്ക് ചെയ്ത് കഴിയുമ്പോൾ 3721 കിട്ടും. അപ്പൊ 61ന്റെ സ്ക്വയർ 3721 ആണ്. 59ന്റെ സ്ക്വയർ അപ്പൊ 60ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. 60 മൈനസ് 1 സ്ക്വയർ. അപ്പൊ 3600 മൈനസ് 2 ഇൻറ്റു 60 ഇൻറ്റു 1 പ്ലസ് 1 സ്ക്വയർ. അപ്പൊ ചെയ്യുമ്പോൾ 3481 കിട്ടും. അപ്പം 59ന്റെ സ്ക്വയർ 3481 ആണ്. ഇനി ഇതിന്റെ ബി ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. 10 വെച്ച് ഡിവിഷൻ ചെയ്ത് കഴിയുമ്പോൾ റിമൈൻഡർ 1 വരുന്നത് നാച്ചുറൽ നമ്പേഴ്സ് എഴുതാനാണ്. 1, 11, 21, 31, 41, 51. നിങ്ങൾക്ക് അങ്ങനെ ഏത് വേണമെങ്കിലും എഴുതാം. ഇനി ബി, പ്രൂവ് ദാറ്റ് ദി സ്ക്വയേഴ്സ് ഓഫ് ദ നമ്പേഴ്സ് ദാറ്റ് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10 ഓൾസോ ലീവ്സ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 10. ഇത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. 10n plus 1 square is equal to 10n square plus 20n plus 1 is equal to എങ്ങനെ കിട്ടും? 10 into 10n square plus 2n plus 1. അപ്പൊ റിമൈൻഡർ 1 ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇത് ഇങ്ങനെയാണിത് പ്രൂവ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ് പ്ലസ് വൈ ദ ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് വൈ സ്ക്വയർ ഇസ് ഇക്വൽ ടു 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് ഡാഷ് ഇസ് ഇക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ എന്നാണ്. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നത്? എക്സ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 സ്ക്വയർ. എക്സ് മൈനസ് 1 സ്ക്വയർ ഇസ് ഇക്വൽ ടു 2x സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. എക്സ് പ്ലസ് 1 സ്ക്വയർ പ്ലസ് എക്സ് മൈനസ് 1 സ്ക്വയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യൂസിങ് ദിസ് റൈറ്റ് 21 സ്ക്വയർ മൈനസ് 90 സ്ക്വയർ. ഇതിനെ ഞങ്ങൾ ചെയ്യാം 2 ഇൻറ്റു ഇതിലേക്ക് ചെയ്താൽ മതി. 2 ഇൻറ്റു ഇത് എക്സ് ആയിട്ട് എടുക്കുക, ഇത് വൈ ആയിട്ട് എടുക്കുക. 2 ഇൻറ്റു 20 സ്ക്വയർ 2 ഇൻറ്റു പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. നെക്സ്റ്റ് ആയിട്ട് എടുത്താൽ 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് 1 അല്ലേ? 2 ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഇസ് ഇക്വൽ ടു 2 ഇൻറ്റു 20 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 400 ആണ് പ്ലസ് 1. അപ്പൊ 2 ഇൻറ്റു 401, 400 പ്ലസ് 1 401 എത്ര കിട്ടും? 802. അപ്പോൾ 21 സ്ക്വയർ പ്ലസ് 90 സ്ക്വയർ എന്ന് പറയുന്നത് 802 ആണ്. സെക്ഷൻ ഡി 13ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ദ ഫിഗർ പി ക്യു ഇസ് ഇക്വൽ ടു പി എസ് ഇസ് ഇക്വൽ ടു 10 centimeter, angle Q is equal to 50 degree, QS is equal to 12 centimeter, PR is perpendicular to QS. അങ്ങനെയാണെങ്കിൽ angle S is equal to എത്രയായിരിക്കും? 50 degree തന്നെയായിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what is the length of QR? QR ന്റെ ലെങ്ത്
എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്? 6 സെന്റിമീറ്റർ. മൊത്തം 12 സെന്റിമീറ്റർ ആണ്. എൻ്റെ ഹാഫ് 6 സെന്റിമീറ്റർ ആയിരിക്കും. ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി ആർ. പി ആറിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റൂട്ട് ഓഫ് 10 സ്ക്വയർ മൈനസ് 6 സ്ക്വയർ ഇസ് ഇക്വൽ ടു 10 സ്ക്വയർ 100, 100 മൈനസ് 36 ഇസ് ഇക്വൽ ടു റൂട്ട് ഓഫ് 64 ആണ്. റൂട്ട് ഓഫ് 64 എന്ന് പറഞ്ഞാൽ 8 ആണ്. അപ്പൊ 8 ആണ് പി ആറിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. പി ആറിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആണ്. നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. ഇൻ ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ് ആംഗിൾ പി ആർ എസ് ഇസ് ഇക്വൽ ടു 35 ഡിഗ്രി, ആംഗിൾ ക്യു പി ആർ ഇസ് ഇക്വൽ ടു 35 ഡിഗ്രി, ആംഗിൾ പി ആർ ക്യു ഇസ് ഇക്വൽ ടു 45 ഡിഗ്രി. പി ക്യു ഇസ് ഇക്വൽ ടു ആർ എസ് ഇസ് ഇക്വൽ ടു 5 സെന്റിമീറ്റർ, ക്യു ആർ ഇസ് ഇക്വൽ ടു 6 സെന്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് പി എസ്. പി എസിന്റെ ലെങ്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പി എസിന്റെ ലെങ്ത് 6 സെന്റിമീറ്റർ ആണ്. ഇത് 6 സെന്റിമീറ്റർ ആയതുകൊണ്ട് ഇതും 6 സെന്റിമീറ്റർ ആണ്. വാട്ട് ഈസ് ദ ആംഗിൾ പി എസ് ആർ? പി എസ് ആർ എത്രയാണ്? പി എസ് ആർ 100 ഡിഗ്രിയാണ്. 100 ഡിഗ്രിയാണ്. തേർഡ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ നെയിം ഫോർ ദ ക്വാഡ്രിലാറ്ററൽ പി ക്യു ആർ എസ്. പാരലോഗ്രാം ആണ് അല്ലേ? പാരലോഗ്രാം ആണ്. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ദ പിക്ചർ ഷോസ് ദ ട്രയാങ്കിൾ ഡ്രോൺ ബൈ ജോയിനിങ് 3 പോയിന്റ്സ് ഓൺ എ സർക്കിൾ. ആംഗിൾ എ ഒ ബി ഇസ് ഇക്വൽ ടു 120 ഡിഗ്രി, ആംഗിൾ ബി ഒ സി ഇസ് ഇക്വൽ ടു 100 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ആംഗിൾ എ ഒ സി? 360 നിന്ന് എന്ത് ചെയ്യണം? മൊത്തം 360 ആണ്. 360 നിന്ന് എന്ത് ചെയ്യണം? 100 പ്ലസ് 100 220 കേട്ടോ. 220 മൈനസ് ചെയ്യണം. 220 മൈനസ് ചെയ്യുമ്പോൾ 140 എന്ന് കിട്ടും. അപ്പൊ ആംഗിൾ എ ഒ സി എന്ന് പറയുന്നത് 140 ആണ്. കാൽക്കുലേറ്റ് ഓൾ ദ ആംഗിൾസ് ഓഫ് ട്രയാംഗിൾ എ ബി സി എന്ന് പറഞ്ഞാൽ ആംഗിൾ സി എന്ന് പറയുന്നത് ഹാഫ് ആംഗിൾ എ ഒ ബി ആണ്. അതായത് 120/2 ചെയ്താൽ മതി. അപ്പൊ 60 എന്ന് കിട്ടും. ആംഗിൾ എ എന്ന് പറയുന്നത് ഹാഫ് ബി ഒ സി ആണ്. അപ്പൊ 100/2 ചെയ്താൽ മതി. അപ്പൊ 50 എന്ന് കിട്ടും. ആംഗിൾ ബി എന്ന് പറയുന്നത് ഹാഫ് ആംഗിൾ എ ഒ സി ആണ്. 140/2 എന്ന് ചെയ്താൽ മതി. അപ്പോൾ 70 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 15th ക്വസ്റ്റ്യൻ ആണ് തന്നിരിക്കുന്നത്. ഇൻ ദ ഫിഗർ വൺ സൈഡ് ഓഫ് ദ റെക്ടാംഗിൾ ഈസ് 3 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ആൻഡ് ദ അതർ സൈഡ് ഈസ് 3 സെന്റിമീറ്റർ ഷോർട്ടർ ദാൻ ദ സൈഡ് ഓഫ് ദ സ്ക്വയർ. സ്ക്വയറിന്റെ ഒരു സൈഡ് ലെങ്ത് പ്ലസ് 3 മീറ്റർ കൂടുതലും 3 സെന്റിമീറ്റർ കൂടുതലും മറ്റേത് 3 സെന്റിമീറ്റർ കുറവുമാണ്. അപ്പൊ ടേക്കിംഗ് ദ സൈഡ് ഓഫ് ദ സ്ക്വയർ ആസ് എക്സ്, റൈറ്റ് ദ സൈഡ് ഓഫ് ദ റെക്ടാംഗിൾ. സൈഡിന് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ലെങ്ത് എക്സ് പ്ലസ് 3യും വിഡ്ത്ത് എക്സ് മൈനസ് 3യും. 3 കൂടുതലും 3 കുറവുമാണ്. അങ്ങനെയാണെങ്കിൽ വിച്ച് ഹാസ് മോർ ഏരിയ, സ്ക്വയർ ഓർ റെക്ടാംഗിൾ? ഹൗ മച്ച്? ഏതിനാണ് കൂടുതൽ ഏരിയ ഉള്ളതെന്നാണ് ചോദിച്ചത്. സ്ക്വയർ ആണോ റെക്ടാംഗിൾ ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എക്സ് പ്ലസ് 3 ഇൻറ്റു എക്സ് മൈനസ് 3 എക്സ് സ്ക്വയർ മൈനസ് 9. അതായത് സ്ക്വയർ ഹാസ് മോർ ഏരിയ ബൈ 9 സെന്റിമീറ്റർ സ്ക്വയർ. സ്ക്വയറിനാണ് എന്തെന്നുള്ളത് കൂടുതൽ ഏരിയ ഉള്ളത്. സ്ക്വയർ ഹാസ് മോർ ഏരിയ ബൈ 9 സെന്റിമീറ്റർ സ്ക്വയർ. ഇനി 16th ക്വസ്റ്റ്യൻ. എ സ്ക്വയർ ഓഫ് 9 numbers are given in a calendar. Numbers in the 4 corners are marked. കാൽക്കുലേറ്റ് ദ പ്രോഡക്ട്സ് ഓഫ് ഡയഗണൽ പെയർസ് ഓഫ് നമ്പേഴ്സ് ആൻഡ് ഫൈൻഡ് ദെയർ ഡിഫറൻസ്. അതായത് ഇവ തമ്മിലുള്ളത് ഇൻഡ്യൂ ചെയ്തിട്ട് അതിന്റെ ഡിഫറൻസ് കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം 28 ആണ്. 2 × 8 ചെയ്യുമ്പോൾ 36 കിട്ടും. 4 × 16 ചെയ്യുമ്പോൾ 64 കിട്ടും. 64ൽ നിന്ന് 36 മൈനസ് ചെയ്താൽ 28 കിട്ടും. അപ്പോൾ 28 ആണ് അതിന്റെ ഉത്തരം. Second question. Write the numbers at the 4 corners of the square of 9 numbers taking the middle number as x. Then x ആയിട്ട് എടുത്താൽ ഇവിടെ എന്താണ് x മൈനസ് 8, ഇവിടെ എന്താണ് x മൈനസ് 6, ഇവിടെ x പ്ലസ് 6, ഇത് x പ്ലസ് 8 എന്നായിരിക്കും. എക്സ്പ്ലെയിൻ യൂസിങ് ഓൾജിബ്ര വൈ ദ ഡിഫറൻസ് ഇസ് സെയിം ഫോർ ദിസ്. ഓൾജിബ്ര അനുസരിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറഞ്ഞത്. x മൈനസ് 6, x പ്ലസ് 6, x മൈനസ് 8 ഇൻറ്റു x പ്ലസ് 8. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 36 എന്ന് കിട്ടും. 6 × 6 36. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 36, മറ്റടുത്ത് എക്സ് സ്ക്വയർ മൈനസ് 64. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ 8 × 8 64. അപ്പോൾ മൈനസ് 36 പ്ലസ് 64 എന്ന് പറയുന്നത് എത്ര കിട്ടി? 28 എന്ന് കിട്ടി. ഇനി നെക്സ്റ്റ് തന്നിരിക്കുന്നത് all the multiples of 4 starting with 8 can be written as the difference of 2 perfect square. ഇവിടെ തന്നിട്ടുണ്ട്, ഒരു പാറ്റേൺ തന്നിട്ടുണ്ട്. ഇതിന് റൈറ്റ് ദ നെക്സ്റ്റ് ലൈൻ എഴുതാനാണ് പറഞ്ഞത്. 8, 12, 16. അപ്പൊ 4 വെച്ച് കൂടുകയാണ്. അപ്പൊ അടുത്ത് 20 ആയിരിക്കും. എല്ലായിടത്തും 4 ആണ്. അപ്പൊ ഇവിടെയും 4 തന്നെയാണ് വേണ്ടത്. 2, 3, 4. അടുത്ത് 5 ആണ് വരുന്നത്. എല്ലായിടത്തും 1 ആണ്. 1 എഴുതുക. അടുത്ത് 2, 3, 4 ആണ്. അപ്പൊ അടുത്ത് 5 ആണ്. പ്ലസ് 1 സ്ക്വയർ മൈനസ് 2, 3, 4 എന്നാണ്. അടുത്ത 5 ആണ്. 5 മൈനസ് 1 സ്ക്വയർ ഇസ് ഇക്വൽ ടു, അപ്പൊ എന്താ കിട്ടണം? 3 സ്ക്വയർ 4 സ്ക്വയർ 5 സ്ക്വയർ 6 സ്ക്വയർ 1 സ്ക്വയർ 2 സ്ക്വയർ 3 സ്ക്വയർ 4 സ്ക്വയർ. ഇങ്ങനെയാണ് ഇത് എഴുതേണ്ടത്. നെക്സ്റ്റ് എക്സ്പ്ലെയിൻ ദ ഇസ് യൂസിങ് ഓൾജിബ്ര. ഓൾജിബ്ര ഉപയോഗിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. 4n is equal to 4 × n × 1 is equal to n plus 1 the whole square minus n minus 1 square. എക്സ്പാൻഡ് ചെയ്യുമ്പോൾ n square plus 2n plus 1 minus n square minus 2n plus 1
4n. എക്സ്പാൻഡിങ് വേണമെങ്കിൽ ചെയ്താൽ മതി, ഇത്ര എഴുതിയാലും മതി. ഇതാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.